മധ്യപ്രദേശിൽ 2018 നിയമസഭാ തിരഞ്ഞെടുപ്പ് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ബി ജെ പിയിലുള്ള പ്രവേശനത്തിലേക്കുള്ള ആദ്യ ചുവടായിരുന്നു. കമൽനാഥ് ജ്യോതിരാദിത്യ സിന്ധ്യയെ ആട്ടിപ്പുറത്താക്കാൻ വെമ്പൽ കൊണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ കമൽനാഥ് അവിടെ ചെയ്തത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ തച്ചുടയ്ക്കലായിരുന്നു. അധികാരക്കൊതി മൂത്ത് തനിക്കും തൻ്റെ കുടുംബ പരിവാരങ്ങൾക്കും മാത്രമാണ് കോൺഗ്രസിൻ്റെ അട്ടിപ്പേർ അവകാശം എന്ന് പറഞ്ഞ് ആർത്ത് അട്ടഹസിക്കുകയായിരുന്നു ആ മനുഷ്യൻ. പ്രസ്ഥാനത്തെ വഞ്ചിച്ച് ഇന്ന് കോൺഗ്രസിനെ കുണ്ടുകുഴിയിലേക്ക് മധ്യപ്രദേശിൽ ആക്കിയതിൽ ഒന്നാമനാണ് കമൽനാഥ്. അദ്ദേഹത്തിൻ്റെ മകനും ആ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല. ദിഗ്വിജയ് സിംഗിനെയും മുതിർന്ന പല നേതാക്കളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കമൽനാഥ് കോൺഗ്രസിൻ്റെ അമരത്തേക്ക് മധ്യപ്രദേശിൽ വന്നത്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ മറികടന്ന് കേവല ഭൂരിപക്ഷത്തിനടുത്തേക്ക് കോൺഗ്രസ് എത്തിയപ്പോൾ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കമൽനാഥിന് മാത്രം സ്വന്തമെന്ന് പറഞ്ഞ് PR വർക്കും മറ്റുമായി കമൽനാഥ് ആർത്ത് ഉല്ലസിക്കുകയായിരുന്നു. വാസ്തവത്തിൽ യുവാക്കളുടെ വോട്ട് ഷെയർ വലിയ തോതിൽ കോൺഗ്രസിലേക്ക് ഒഴുകിയത് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വലിയ തോതിലുള്ള പ്രചരണ പരിപാടിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സിന്ധ്യയുടെ വേണ്ടപ്പെട്ടവരെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ പരസ്യമായി കളിയാക്കി. ഒരു രാജാവും കുറെ ഭൃത്യന്മാരും ചേർന്ന് എന്നെ അങ്ങ് മൂക്കിൽ കയറ്റാമെന്ന് വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തരം താഴ്ന്ന ഭാഷയായിരുന്നു കമൽനാഥ് അവിടെ ഉപയോഗിച്ചത്. സംയമനം കൈവിടാതെ അന്നും ജ്യോതിരാദിത്യ സിന്ധ്യ മിണ്ടാതെ നിന്നു. എന്നാൽ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യ ഒടുവിൽ ബി ജെ പിയിലേക്ക് പ്രവേശിച്ചപ്പോൾ കമൽനാഥിൻ്റെ മന്ത്രിസഭയെ കൂടിയാണ് തള്ളിത്താഴെയിട്ടത്. അതെ, ഇപ്പോഴും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പൂർണ്ണമായും ബി ജെ പിയോട് ചേരാൻ കഴിയുന്നില്ല, ബി ജെ പിയുടെ അജണ്ടകളോട് ചേരാൻ കഴിയില്ല. കാരണം അദ്ദേഹം RSSകാരനല്ല. അദ്ദേഹം ജന്മന ഒരു കോൺഗ്രസ്സുകാരൻ്റെ മകനായിരുന്നു, മാധവറാവു സിന്ധ്യയുടെ മകൻ. അതുകൊണ്ട് തന്നെയാണ് കമൽനാഥിനെ മാറ്റിയാൽ തിരിച്ച് പാർട്ടിയിലേക്ക് വരുന്ന കാര്യം ആലോചിക്കാമെന്ന് കോൺഗ്രസിൻ്റെ അനുയായികളോട് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്തായ സച്ചിൻ പൈലറ്റിനോട് ചില രഹസ്യങ്ങൾ ജ്യോതിരാദിത്യ സിന്ധ്യ വെളിപ്പെടുത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. അത് ശരിയാണെങ്കിൽ കമൽനാഥിനെ മാറ്റിയാൽ കോൺഗ്രസ് രക്ഷപ്പെടും. കമൽനാഥിനെ മാറ്റൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധിയായ സ്ലോഗനുകൾ ഇതിനോടകം തന്നെ ഇൻഡോറിലും ഭോപ്പാലിലുമൊക്കെ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ തച്ചുടച്ച കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ ജ്യോതിരാദിത്യ സിന്ധ്യ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. എന്നാൽ ബി ജെ പിയിൽ മോഹൻ യാദവ് മുഖ്യമന്ത്രിയായതിനു ശേഷം ഉണ്ടായ ഒരു പൊട്ടിത്തെറിയുണ്ട്. ബുധ്നി മണ്ഡലം എന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ 1,05,000 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ജയിച്ച മണ്ഡലമാണ്. അവിടെയാണ് ഇക്കുറി കോൺഗ്രസ് 4 പഞ്ചായത്തുകളിൽ മുന്നിട്ട് നിന്നത്. ഏറ്റവും ഒടുവിൽ ബി ജെ പി 12,000 വോട്ടിന് അവസാന 4 റൗണ്ടുകളിൽ അടിച്ചു കയറിയെങ്കിലും 1,05,000-ൽ നിന്നും വെറും 12,000-ലേക്കുള്ള വലിയ ഇടിവ് ബി ജെ പി കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുത്തി. ഒറ്റയടിക്ക് 90,000 വോട്ടിൻ്റെ കുറവ്. ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ് ബി ജെ പിയുടെ വോട്ട് ചോർച്ച.